Hello friends, welcome back to Melbourne Kerala Cafe. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ മനോഹരവും അതുപോലെ തന്നെ രുചികരവുമായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. പാവ്ലോവ എന്നാണ് ഇതിൻ്റെ പേര്. ഇവിടെയൊക്കെ ക്രിസ്മസ് സമയത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസിന് ഇതുപോലൊരു വെറൈറ്റി ഡെസേർട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം. കേക്കൊക്കെ ഉണ്ടാക്കുന്നതിന് പകരം ഇതുണ്ടാക്കിയാലും മതി. അപ്പോൾ നമുക്ക് റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. മുട്ടയുടെ വെള്ള ബേക്ക് ചെയ്തതും അതിന് മുകളിൽ വിപ്ഡ് ക്രീമും പിന്നെ ഫ്രൂട്ട്സും ഒക്കെ ചേർത്തത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഉൾവശം നല്ല സോഫ്റ്റ് ആയിരിക്കും, പുറം വശം ചെറിയൊരു കട്ടിയുണ്ട്. ആദ്യമേ നമുക്കൊരു ബേക്കിംഗ് ഷീറ്റിന് മുകളിൽ 8 ഇഞ്ചിൻ്റെ ഒരു ബേക്കിംഗ് ടിൻ വെച്ചതിന് ശേഷം നമുക്ക് ഒരു വട്ടം വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ പേപ്പർ ഒന്ന് തിരിച്ചു വയ്ക്കാം. ബേക്കിംഗ് ഷീറ്റ് മാറ്റി വെച്ച് ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. എണ്ണമയം ഒന്നും ഇതിൽ കാണരുത്, ഒരുവിധം വലിപ്പമുള്ള ബൗളായിരിക്കണം. ഇതിലേക്ക് നമ്മൾ മുട്ടയുടെ വെള്ളയാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ബീറ്ററും ഇതുപോലെ എണ്ണമയമൊന്നുമില്ലാതെ നന്നായിട്ട് ക്ലീൻ ചെയ്തതായിരിക്കണം. ഇനി ഈ ബൗളിലേക്ക് 6 മുട്ടയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബീറ്റ് ചെയ്ത് തുടങ്ങാം. ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര 2 പ്രാവശ്യമായിട്ട് ചേർത്ത് കൊടുത്ത് ബീറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ശേഷം 1 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കാം. ഈ 2 ടീസ്പൂൺ വനില എസൻസ് ചേർക്കാം. ഇതെല്ലാം ചേർത്ത് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യാം. നല്ല ഷൈനി ആയിട്ട് നല്ല സ്റ്റിഫ് പീക്സ് പോലെ നമുക്ക് കിട്ടണം. ഇതുപോലെ ബേക്കിംഗ് ട്രേയുടെ 4 മൂലയ്ക്കും കുറച്ച് മുട്ടയുടെ വെള്ളം ഒന്ന് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വട്ടം വരച്ച് വെച്ച് ബേക്കിംഗ് ഷീറ്റ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. അത് ഒന്ന് ഇളകി പോകാതിരിക്കാൻ വെച്ചിരിക്കുന്നതാണ്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ അടിച്ചു വെച്ച മുട്ടയുടെ വെള്ള എടുത്ത് വെക്കുവാണ്. എന്നിട്ട് നമ്മൾ ആ ഒരു റൗണ്ട് വരച്ചായിരുന്നല്ലോ, അതിനുള്ളിൽ തന്നെ നിൽക്കത്തക്ക രീതിയിൽ വെക്കുക. അപ്പോൾ നമുക്കൊരു ഷേപ്പ് കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഇതിന് നല്ലൊരു ഷേപ്പ് കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെ വേണമെങ്കിലും അതിന് ഷേപ്പ് കൊടുക്കാം. അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ നമ്മൾ ചെറിയൊരു ഡിസൈനൊക്കെ കൊടുത്തു. ഇനി ഇത് നമ്മൾ 150 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത അവനിലേക്ക് വെച്ച് കൊടുക്കുവാണ്. അവനുള്ളിൽ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ടെമ്പറേച്ചർ 150-ൽ നിന്ന് 100-ലേക്ക് കൊണ്ടുവരണം. 100 ഡിഗ്രി സെൽഷ്യസിൽ ഇട്ടതിന് ശേഷം 1 മണിക്കൂർ നമ്മൾ ഇത് ബേക്ക് ചെയ്യണം. ഇത് 1 മണിക്കൂർ ബേക്ക് ചെയ്തതിന് ശേഷം ഇതിനുള്ളിൽ തന്നെ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അതിൻ്റെ അവൻ്റെ ഡോറ് കുറച്ചൊന്ന് നമുക്ക് തുറന്നു വയ്ക്കാം. ഇപ്പോൾ ഇത് അവനകത്ത് ഇരുന്ന് തന്നെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് പുറത്തേക്കെടുത്തു. ലൈറ്റ് ക്രീം കളറാണ് ഇതിൻ്റെ പുറംവശത്തിന്. ഇനി മറ്റൊരു ബൗളിലേക്ക് 300 മില്ലി വിപ്പിംഗ് ക്രീമും അതിൻ്റെ കൂടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ വനില എസൻസും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാം. പാവ്ലോവ നമ്മൾ ബേക്കിംഗ് ഷീറ്റിൽ നിന്നൊക്കെ എടുത്ത് ഒരു കേക്ക് സ്റ്റാൻഡിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ വിപ്പ് ചെയ്തിരിക്കുന്ന ക്രീം നന്നായിട്ട് വെച്ച് കൊടുക്കുവാണ്. ക്രീമിന് മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് വെച്ച് കൊടുക്കാം. ഞാൻ സ്ട്രോബെറിയും ബ്ലൂബെറിയും കിവിയുമാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ മനോഹരമായിട്ടുള്ള രുചികരമായിട്ടുള്ള നമ്മുടെ പാവ്ലോവ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ക്രിസ്മസിന് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവർക്കും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ നേരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.